നമ്മൾ ചിന്തയുടെ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വോയിസ് ക്ലിപ്പ് നമുക്ക് കേൾക്കാം. ചിന്തയിലേക്ക് നമുക്ക് പോകാം. രസകരമായ ഒരു സാങ്കല്പിക കഥയുണ്ട്. ദൂരെ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരാളുടെ കഥ. ഇയാളുടെ വീടിനോട് ചേർന്നൊരു പാമ്പിൻ മാളമുണ്ടായിരുന്നു അത്രേ. പക്ഷേ ഇദ്ദേഹം ആ പാമ്പിൻ്റെ സാന്നിധ്യത്തിൽ അതീവ സന്തുഷ്ടനായിരുന്നു. കാരണം ആ പാമ്പിൻ്റെ മുട്ടകൾ അങ്ങാടിയിൽ കൊണ്ടുപോയി ഉയർന്ന വിലക്ക് വിറ്റ് ഇയാൾ ഒരുപാട് ലാഭം നേടിയിട്ടുണ്ട്. ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ കറവയുള്ള ആടിനെ പാമ്പ് കടിച്ചു. കൊത്തേറ്റ മാത്രയിൽ ആട് പിടഞ്ഞു ചത്തു. പക്ഷേ ചത്ത ആടിനെ നോക്കി ഗൃഹനാഥനും ഭാര്യയും പറഞ്ഞതിങ്ങനെ: ആടിൻ്റെ പാൽ വിറ്റ് കിട്ടുന്ന കാശിനേക്കാൾ ഈ പാമ്പിൻ്റെ മുട്ടകളാണ് നമ്മെ സമ്പന്നരാക്കിയത്. പാമ്പിനെ വീണ്ടും മാളത്തിലേക്ക് പോകാൻ വിട്ടയച്ചു. താരതമ്യത്തിൽ പാമ്പ് ആടിനേക്കാൾ മെച്ചം. മറ്റൊരിക്കൽ വീട്ടുകാർ വാഹനമായി ഉപയോഗിച്ചിരുന്ന കഴുതയെയും പാമ്പ് കടിച്ചു. കഴുതയുടെ ശവം കണ്ടിട്ടും വീട്ടുകാർക്ക് തോന്നിയതിങ്ങനെ: ഒരു കഴുത ചത്താലും പാമ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുടക്കാൻ തുനിയണ്ട, പാമ്പിനെ കൊല്ലേണ്ടതില്ലെന്നവർ തീരുമാനിച്ചു. 2 വർഷം കഴിഞ്ഞു. പാമ്പിൽ നിന്നുള്ള വരുമാനം ഇരട്ടിയായി. എന്നാൽ ഇത്തവണ പാമ്പ് കടിച്ചത് വീട്ടിലെ വേലക്കാരനെ. വേലക്കാരൻ്റെ മരണവും ഇക്കൂട്ടർക്ക് നഷ്ടമായി തോന്നിയില്ല. കാരണം വരുമാനം തന്നെ. അവസാനം ഇവരുടെ മകനെ തന്നെ പാമ്പ് കടിച്ചു. മകൻ്റെ മരണത്തെ തുടർന്ന് പാമ്പിനെ കൊല്ലാൻ അവർ പദ്ധതിയിട്ടു. അപ്പോഴേക്കും പാമ്പ് സ്ഥലം കാലിയാക്കിയിരുന്നു. മകനെക്കുറിച്ച് ദുഃഖങ്ങൾ മാറിയപ്പോൾ തങ്ങളുടെ വരുമാനം അവരുടെ ഓർമ്മയിൽ തിരിച്ചെത്തി. പാമ്പിനെ തേടി അടുത്തുള്ള കാട്ടിലേക്ക് അവർ ചെന്നു. ഇനിയൊരിക്കലും നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കില്ലെന്നുള്ള ഉറപ്പിന്മേൽ പാമ്പിനെ അവർ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചു. പിന്നീടുള്ള 2 വർഷം കാര്യമായ ഉപദ്രവവും പാമ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. എന്നാൽ അധികം താമസിയാതെ തന്നെ പാമ്പ് ഇവർ 2 പേരുടെയും കൂടി ഘാതകനായി തീർന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഈ കഥയിലെ ഗൃഹനാഥനും ഭാര്യയും പാമ്പിനോട് അനുവർത്തിച്ച അതേ നയം തന്നെയാണ് നമ്മിൽ പല മാതാപിതാക്കളും അവരുടെ മക്കളുമായി ഇടപെടുന്നിടത്ത് സ്വീകരിച്ച് കാണുന്നത്. നാളെ തിരിച്ചു കിട്ടേണ്ട പണച്ചാക്കുകളായി മാത്രം മക്കളെ കരുതി യാതൊരുവിധ നന്മയും അക്കൂട്ടരിൽ നട്ടുവളർത്താൻ ശ്രമിക്കാത്തവർ, വീട്ടിലെ കാറിനെക്കുറിച്ചും ഭൂസ്വത്തുകളെക്കുറിച്ചും താൻ ചേർന്ന സമ്പാദ്യ പദ്ധതിയെക്കുറിച്ചും മാത്രമുള്ള ചർച്ചകൾ മുഴങ്ങുന്ന കുടുംബാന്തരീക്ഷം. ചെറുപ്രായത്തിൽ തന്നെ ഏതു വിധേനയും പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന പിതാവിനെ കണ്ടു വളർന്ന മകൻ തൻ്റെ ഏകലക്ഷ്യമായി പണസമ്പാദനത്തെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. മക്കളുടെ ഭാവിയെ കരുതി പോളിസികളും കരുതൽ മുതലുകളും കയ്യിലുള്ള മാതാപിതാക്കൾ ഓർക്കാത്ത ഒന്നുണ്ട്: അവരുടെ സംസ്കരണ പ്രക്രിയയിൽ ഭാഗവാക്കാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ദുരന്തത്തിൻ്റെ വിത്താണ് തങ്ങൾ നടുന്നതെന്ന്. മാഷാ അല്ലാ, ഈ കഥയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അതിൽ എനിക്ക് തോന്നിയൊരു സംഭവം എന്താ വെച്ചാൽ, ഇപ്പോൾ പല ആളുകളും ഇപ്പോൾ ഇതിൽ ആ ഒരു പാമ്പിൻ്റെ കഥ പറഞ്ഞല്ലോ, പാമ്പൊരു ശത്രുവായിട്ട് പിന്നെ ഇത് ചെയ്യാണ്. പക്ഷേ ഓരോരുത്തരെയും കൊല്ലുമ്പോൾ പോലും അത് എൻ്റെ ജീവിതത്തെ മുഴുവനായി നശിപ്പിക്കും എന്ന് ചിന്തിക്കാതെ എന്ത് ചെയ്യാണ്, വീണ്ടും അയാൾ ഇങ്ങനെ സമ്പത്ത് വാരിക്കൂട്ടാൻ, അല്ലെങ്കിൽ തനിക്ക് സമ്പത്ത് കിട്ടുന്നത് പാമ്പിൽ നിന്നാണ് വരുമാനം. അപ്പോൾ ആ വഴികൾ മാത്രം മുന്നിൽ കാണുക. അപ്പം ഇങ്ങനെ കുറേ ആളുകളുണ്ട്. അപ്പോൾ പലപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, മക്കൾ അതേ വഴിയിൽ തന്നെ എന്ത് ചെയ്യും, അവർ ആ രീതി സ്വീകരിക്കും. അപ്പോൾ മക്കൾക്ക് കൊടുക്കേണ്ടുന്ന സമയത്ത് അവർക്ക് എന്താ ധാർമ്മികമായ ബോധങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട്. വലിയൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഒരു കൊല്ലം ഇരുന്ന് ചിന്തിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ ആ ചെറിയൊരു കഥയിലാണെങ്കിലും പഠിക്കാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, എന്തൊക്കെ പിന്നെ വേണ്ടാത്തരങ്ങൾ ചെയ്യുമ്പോഴും ഇതൊക്കെയാണെങ്കിലും അവൻ്റെ അടുത്ത് പൈസ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവനെ കൊണ്ട് നമുക്ക് പണം കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇനി എന്ത് ഹറാം അവൻ ചെയ്താലും നമുക്ക് പ്രശ്നമില്ല എന്നുള്ള തോന്നൽ എത്ര വലിയ അപകടം ഉണ്ടാക്കും എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് ഈ ഒരു കഥയിലൂടെ തോന്നുന്ന മറ്റൊരു വിഷയം കൂടി അതിലുണ്ട്. എന്ന് വെച്ചാൽ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് പുണ്യമാണ്. ചെലവഴിക്കേണ്ടത് രക്ഷിതാക്കളുടെ അതല്ലെങ്കിൽ ഉപ്പയുടെ അവരുടെ ബാധ്യതയാണ്. അത് ഇസ്ലാം കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. പക്ഷേ എന്നാൽ അറിയാതെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും കൃത്യമായിട്ടൊരു ബോധമില്ലാതെ എല്ലാ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുക, അത് ത്യജിക്കുക. അപ്പോൾ ധാർമ്മികത നഷ്ടപ്പെടുകയും ചെയ്തു. മക്കൾക്ക് ആവശ്യം ഇല്ലാത്തതും ഉള്ളതും ഒക്കെ എന്ത് ചെയ്യും, അതിനുവേണ്ടി പരക്കം പായുകയും ചെയ്യുന്ന രക്ഷിതാക്കൾക്കൊക്കെ വല്ലാത്തൊരു
നല്ലൊരു മെസ്സേജായി ഗുണപാഠമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. മാത്രമല്ല നമ്മളൊക്കെ മരിച്ചാൽ നമുക്ക് ഉപകരിക്കുന്ന വലതുൻ സ്വാലിഹുൻ യദ്ഉലഹു എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല പല ആളുകളും. അവരുടെ ദുനിയാവ് ഒരു ATM മെഷീന് പോലെ നമുക്ക് കുറച്ച് പൈസ ആവശ്യം ഉണ്ടാകുമ്പോൾ കുറച്ച് പണം കിട്ടുന്ന കുറച്ച് മക്കൾ, അങ്ങനെ ചിന്തിക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കൾ ഏകദേശം അതേ അവസ്ഥയിലേക്കാണ്. അവരും സാമ്പത്തികം മാത്രം മോഹിക്കുന്നതിനപ്പുറത്ത് ഇതിൻ്റെ ഒരു മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടവനാണ്, അല്ലെങ്കിൽ എനിക്ക് ധാർമ്മികമായി ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് പള്ളിക്ക് വേണ്ടി ഇന്നത് ചെയ്യാനുണ്ട്, എൻ്റെ നാടിന് വേണ്ടി ഇന്നത് ചെയ്യാനുണ്ട്, അതൊന്നുമില്ല. എനിക്ക് പൈസ ഉണ്ടാക്കുക, പണമാണ് വലുത് എന്നുള്ള ഒരു വലിയ ചിന്തയിലേക്ക് വാപ്പയും ഉമ്മയും അല്ലെങ്കിൽ മക്കളും കുടുംബമൊക്കെ മാറുന്നതിൻ്റെ ഒരു വലിയ ദുരന്തം, ഏറെ അപകടകരമായൊരു ചർച്ചയായിട്ടാണ് ഈ ക്ലിപ്പ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ വാപ്പ അതേ ലെവലിൽ ജീവിക്കുകയാണെങ്കിൽ മക്കളത് കണ്ടു വളരും. അപ്പോൾ പിന്നെ ഇവർ പ്രായമായിട്ട് അവിടെ കിടക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യില്ല, പരിചരിക്കാനൊന്നും അവനും ചിന്ത എന്താ, വാപ്പാൻ്റെ അടുത്ത് കണ്ടത് അവന് സമ്പത്ത് ഉണ്ടാക്കുക, അതെ, സ്വത്തിനോടായിരിക്കും. ഇപ്പോൾ വല്ലാത്തൊരു മെസ്സേജാണത്.